ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടാലോ? ഇന്ന് നല്ല ചുവപ്പൻ കോര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് മുളകിട്ടൊരു കറിയാക്കാം. അതിനായിട്ട് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കൊച്ചുള്ളി നുറുക്കിയതിട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ആ നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളിങ്ങനെയാണോ മുളകിട്ട മീൻകറി വെക്കാറ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. അപ്പോൾ നമ്മുടെ ആ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിയാണേ. മല്ലി ഓപ്ഷണലാണ്. നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മീൻകറി ഇരിക്കില്ല. കുരുമുളക് പൊടി, മുളക് പൊടി, ഉലുവ പൊടിച്ചത്, ഇത്രയാണ് പൊടികളായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുടംപുളിയാണ് കേട്ടോ ഒന്ന് സോക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ആദ്യം ഇത്തിരി ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത്തിരി വെള്ളം ഒഴിച്ച് ജസ്റ്റ് അതൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തള വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീൻ, ചുവപ്പൻ കോരയാണ്. ചുവപ്പൻ കോര ആയതുകൊണ്ട് തന്നെ തല നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തലയൊക്കെ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. എപ്പോഴും ഈ ചുവപ്പൻ കോര നമ്മൾ മുളക് കറി വെക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. നല്ല ചൂട് കപ്പയും നല്ല ലൂസായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കപ്പയില്ലേ, ആ കപ്പയുടെ കൂടെ ഈ ചുവപ്പൻ കോര കറി അടിപൊളിയാണ് കേട്ടോ. ഇതേപോലെ കറി വെച്ച് ഇട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് എരിവിന് മുളക് പൊടി കുറച്ചിട്ടുണ്ട്. ഇനി ഉപ്പുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചുവപ്പൻ കോര മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക മറക്കല്ലേ.